തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മൂത്രം അറിയാതെ പോകുന്നുണ്ടോ? ഈ ഒരു കണ്ടീഷന് നമ്മൾ യൂറിൻ ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ഈ യൂറിൻ ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ യൂറിൻ ലീക്കേജ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. രണ്ടാമത് ഓവർ വെയിറ്റ്. മൂന്നാമത്തേത് ഒരു വിഭാഗം എന്ന് പറയുന്നത്, അതായത് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന് മെയിൻ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷമോ അല്ലെന്നുണ്ടെങ്കിൽ മെനോപോസിന് ശേഷമോ പെൽവിക് ഫ്ലോർ മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ടാണ് സാധാരണ ഈ ഒരു കണ്ടീഷൻ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുള്ളത്. ഇനി പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഏജ് ആകുന്നതിനനുസരിച്ച്, അതായത് ഒരു 55 ഇയേഴ്സിനൊക്കെ മുകളിൽ വരുന്ന ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂസ് കൊണ്ടും ഈ പറഞ്ഞതുപോലെ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകാറുണ്ട്. ഇനി ഇത് മുതിർന്ന കുട്ടികളിൽ, അതായത് ഒരു 14-15 വയസ്സുള്ള കുട്ടികളിൽ പോലും കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ഒരു കണ്ടീഷൻ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ചില കേസുകൾ, അതായത് നടുവേദന വന്നിട്ടുള്ള കേസുകളിൽ ഡിസ്ക് ബൾജിന്റെ ഇഷ്യൂസ് കൊണ്ടും ചില കേസുകളിൽ ഈ പറഞ്ഞതുപോലെ യൂറിൻ ഇൻകോണ്ടിനൻസ് ഉണ്ടാകാറുണ്ട്. ഇതിന് യൂഷ്വലി ട്രീറ്റ്മെന്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏത് ഡോക്ടേഴ്സിനെ കണ്ടാലും അവരെല്ലാം അഡ്വൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് കീഗിൾസ് എക്സസൈസ് ആണ്. ഈ കീഗിൾസ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളത് പേഷ്യൻസിന് പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് പേഷ്യൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനും നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്കിപ്പോൾ ആയിട്ട് നോൺ ഇൻവൈസീവ് ആയിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അതായത് ഹൈഫം ചെയർ എന്ന് പറയുന്നതാണ് ആ ട്രീറ്റ്മെന്റ് പറയുന്ന പേര്. ഹൈഫം ചെയർ എന്ന് പറഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ഉപയോഗിച്ച് പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ ട്രീറ്റ്മെന്റ്, അതായത് ഈ ഒരു ചെയറിൽ നമ്മൾ 20 മിനിറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ യൂഷ്വലി ചെയ്യുന്ന കീഗിൾസ് എക്സസൈസിന്റെ ഒരു 10,000 മടങ്ങ് കൂടുതൽ ഈ പെൽവിക് ഫ്ലോർ മസിൽ സ്റ്റിമുലേറ്റ് ആകുകയും അതുവഴി ഇത് സ്ട്രെങ്തൻ ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് യൂഷ്വലി ട്രീറ്റ്മെന്റ് സെഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 12 മുതൽ 18 സെഷൻസ് വരെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. അതും ആ കണ്ടീഷന്റെ തീവ്രത അനുസരിച്ച് നമ്മൾ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 സെഷൻസ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂഷ്വലി നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, ഇപ്പം ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ അതൊരു 4-5 സെഷൻസ് ഒക്കെ കഴിയുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന, ഇപ്പൊ ഡയപ്പർ ഒക്കെ ഉപയോഗിക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡയപ്പർ ഉപയോഗിക്കുന്ന എണ്ണം കുറയുന്നുണ്ട്. അതുപോലെ തന്നെ തുമ്മുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ യൂറിൻ ലീക്കേജ് എന്ന് പറയുന്നത് അത്രയും ഇല്ലാതെ അതിന്റെ ഇന്റൻസിറ്റി കുറവായിട്ട് കാണുന്നുണ്ട്. അതല്ല, ഇപ്പം മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ബാത്റൂമിൽ എത്തുന്നത് വരെയെങ്കിലും അവർക്ക് ആ യൂറിൻ ഹോൾഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് പേഷ്യൻസ് നമ്മളോട് പറയാറുള്ളത്. അതേപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റിന്റെ കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് പ്രോഗ്രാമും കൂടെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്കൊരു ദീർഘകാല ആശ്വാസം നമുക്ക് ലഭിക്കുന്നതാണ്.